കൊല്ലം കിളികല്ലൂർ പൊറോട്ട നൽകാത്തതിന് കടയുടമയെ ആക്രമിച്ച സംഭവത്തിന്റെ ദൃശ്യം പുറത്ത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് മങ്ങാട് സംഘം മുക്കിലെ സെയിന്റ് ആന്റണി ടീ സ്റ്റാളിൽ ആക്രമണം നടന്നത്. പ്രതി നിഖിലേഷിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. വിശദാംശങ്ങളുമായി കണ്ണൻ നായർ ചേരുന്നു. കണ്ണൻ, ഗുഡ് മോർണിംഗ്. ഈ കൊല്ലംകാരുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ കുറെ വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ വീണ്ടും കൊല്ലം ജില്ല വല്ലാതെ പ്രതികൂട്ടിലായി പോകുന്ന ഒരു അവസ്ഥയാണ്. ഏതായാലും നിഖിലേഷിനെ അറസ്റ്റ് ചെയ്തല്ലോ, വിശദാംശങ്ങൾ എന്താണ്? മോദി, ഗുഡ് മോർണിംഗ്. അങ്ങനെ ചെറിയ സംഭവങ്ങൾ മാത്രമാണ്, വല്ലപ്പോഴുമുള്ള ചെറിയ സംഭവങ്ങൾ മാത്രമാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കൊല്ലം ജില്ലയിൽ. ഇത്തരത്തിലുള്ള ചെറിയ സംഭവങ്ങൾ കൊല്ലം ജില്ലയുടെ ഒരു പേര് കണക്കുണ്ടാക്കുന്നുണ്ടെന്നുള്ള വസ്തുതയാണ്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വ്യക്തി വന്ന് ആ കടയുടമയായിട്ടുള്ള അമൽകുമാറിനെ മർദ്ദിക്കുകയാണ്. ഇടിവളയോ മറ്റോ ഈ ബൈക്കിന്റെ താക്കോലോ മറ്റോ ഉപയോഗിച്ചാണ് ഇടിക്കുന്നത്. തലയ്ക്കാണ് ഇടിക്കുന്നത്. അങ്ങനെയാണ് ആ തലയുടെ രണ്ട് ഭാഗങ്ങളിൽ മുറിവുണ്ടായത്. അതിനുശേഷം നാട്ടുകാർ കൂടി നിൽക്കുന്നുണ്ട്. നാട്ടുകാർ ഇവരെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നാട്ടുകാരുടെ അടുത്തോടൊക്കെ തന്നെ അസഭ്യം പറഞ്ഞുകൊണ്ട് കയർത്തി ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തൊട്ടു പിന്നാലെ കിളികല്ലൂർ പോലീസിന്റെ ഒരു ജീപ്പ് അവിടേക്ക് വരുന്നുണ്ട്. ആ ജീപ്പിൽ നിന്ന് പോലീസുകാർ ഇറങ്ങുന്ന സമയത്ത് തൊട്ട് സമീപത്ത് കൂടി ഒരു ചെറുപ്പക്കാരൻ ഓടി മാറുന്നുണ്ട്. ഈ പൊറോട്ട നൽകിയില്ല എന്നുള്ള ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഒരു ആക്രമണം നടന്നത്. ഈ കടയിലേക്ക് രണ്ട് യുവാക്കൾ എത്തുന്നു. അതിൽ ഒരാൾ പൊറോട്ട ഉണ്ടോ എന്ന് ചോദിച്ചു. പൊറോട്ടയും ബീഫ് കറിയും ഉണ്ടോ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഇല്ല എന്ന് മറുപടി പറഞ്ഞതിന്റെ പേരിൽ അവിടെ തർക്കമുണ്ടായി. പിന്നീട് ഈ ചെറുപ്പക്കാരനും ആ ബൈക്കിൽ വന്ന സുഹൃത്തും നേരെ ബൈക്ക് എടുത്ത് പോവുകയും പിന്നീട് മറ്റൊരു യുവാവുമായി വന്ന് ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് അമൽകുമാറിന്റെ പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും.